ഹസനാത്തിൽ 10ാമത്തെ വർഷമാണ് ഇപ്പോൾ. ഈ 10 ആർട്സ് ഫെസ്റ്റിനിടയിൽ 8ാമത്തെ ആർട്സ് ഫെസ്റ്റ്, അതായത് 8ാം ക്ലാസ്സിൽ നിന്ന് ആർട്സ് ഫെസ്റ്റിൽ 3rd ലീഡർ ആകാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ 10 വർഷത്തിനിടയിൽ ഇതുവരെ കഴിഞ്ഞ ആർട്സ് ഫെസ്റ്റുകൾ ഏറ്റവും വെറുത്ത ആർട്സ് ഫെസ്റ്റ് ആ ആർട്സ് ഫെസ്റ്റാണ്. കാരണം ലീഡർ ആയി എന്നുള്ളതാണ്. ലീഡർ ആയി എന്നുള്ളത് മാത്രമല്ല, ഒരു ലീഡർ ആകുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യം മാനേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് വെറുപ്പ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ആയത്. അപ്പോൾ അന്ന് എൻ്റെ ഫസ്റ്റ് ലീഡറും സെക്കൻഡ് ലീഡറും എല്ലാം ഉഷാർ ആൾക്കാരായിരുന്നു. പക്ഷെ അവരെ പരിപാടികളിൽ ഫോക്കസ് ചെയ്തു. പിന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ടീമിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ ചെറിയ ഫോക്കസ് ഇല്ലാണ്ട് നിന്നപ്പോൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊന്നും പൊതുവെ സപ്പോർട്ട് കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കണം അന്നത്തെ ആർട്സ് ഫെസ്റ്റ് ഒരു ഭയങ്കര ബോറായിട്ടായിരുന്നു തോന്നിയത്. പിന്നെ 9ാം ക്ലാസ്സിലെ ആർട്സ് ഫെസ്റ്റ് ആണ് ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞ ആർട്സ് ഫെസ്റ്റുകളിൽ, സ്കൂൾ എവിടെ കഴിഞ്ഞാലും ആർട്സ് ഫെസ്റ്റുകൾ ഏറ്റവും സന്തോഷം തോന്നി, ഏറ്റവും ആസ്വദിച്ചു, ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച ആർട്സ് ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ആർട്സ് ഫെസ്റ്റ് ആയിരുന്നു. മലാക്ക കപ്പടിച്ചു. അപ്പോൾ മലാക്ക കപ്പടിച്ചതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളും അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒപ്പരം കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രാവശ്യം ബാക്കിൽ ഒരു വലിയ ടീം തന്നെ ഉണ്ട്. എല്ലാ സപ്പോർട്ടും തരുന്ന കുല്ലിയായാലും ഏത് മേഖല നോക്കാനും ഒപ്പരം ഒരു വലിയ ടീമുണ്ട്. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് തന്നെയാണ് കപ്പ്. അപ്പോൾ ഇപ്രാവശ്യം ധന്യനും പിള്ളേരും കപ്പ് എടുത്തിട്ടേ പോകും. കുട്ടികൾക്ക് അവർക്ക് വേണ്ട പരിപാടി കിട്ടിയിട്ടില്ല എന്നുള്ളത്, അവർക്ക് താല്പര്യമുള്ള ചില പരിപാടികൾ കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കണം. പക്ഷെ അതിന്റെ പിന്നിലെല്ലാം വേറെ കുറെ ടാക്ടിക്സും കളികളും ഉണ്ട്. അത് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് തിരിയില്ല ഒരിക്കലും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ബിദായിൽ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിൽ. പ്രശ്നമല്ല, 1ാം ക്ലാസ്സിലെ സാഹില് നല്ല ഉഷാറായി ബാങ്ക് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഓനിക്ക് ബാങ്കിന് നിൽക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഓനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിൽ ബിദായിൽ ഒരു ടെക്കി ഉണ്ടെങ്കിൽ, നല്ല ബുജി ഉണ്ടെങ്കിൽ അത് സാഹിലാണ്. അപ്പോൾ ഓനിക്ക് GK ക്വിസ് വേറുണ്ട്, പിന്നെ മറ്റേ MS വേർഡ് വേറുണ്ട്, പിന്നെ അതുപോലെ ടൈപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പഠിക്കാണ്ട് അങ്ങനത്തെ ഇഷ്ടംപോലെ പരിപാടികൾ സാഹിലുണ്ട്. അപ്പൊ സാഹിലിന് അങ്ങനത്തെ പരിപാടിക്ക് ഇടാണ്ട് ബാങ്കിന് ഇടുകയാണെങ്കിൽ, ബാങ്കിന് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല, ബാങ്കിന് ഇടുകയാണെങ്കിൽ ഈട സാഹിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പുറത്തെ പരിപാടിക്ക് ആളില്ലാണ്ടാവും. അതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ കളികളാണ് അവിടെ നടന്നത്. ഇതേപോലെ ഏത് വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ കിട്ടേണ്ട പരിപാടികൾ അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ മുമ്പ് 7ാം ക്ലാസ്സിൽ നിന്ന് ക്യാപ്റ്റനാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ആർട്ട് ഫെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആർട്ട് ഫെസ്റ്റ് സിജാലാണ്. 6ാം ക്ലാസ്സിൽ നിന്നുള്ള സിജാൽ ആർട്ട് ഫെസ്റ്റ് ആയിരുന്നു. പിന്നീട് അതിനുശേഷം 7ാം ക്ലാസ്സിൽ നിന്ന് ഹൊറിസോൺ വന്നു. ഹൊറിസോൺ ആയ സമയത്ത് ക്യാപ്റ്റനായി. അതിൽ 3rd ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ 4ാം സ്ഥാനമായിരുന്നു ഫസ്റ്റ് രാത്രി പ്രഖ്യാപിച്ച റിസൾട്ട്. 4ാം സ്ഥാനമായിരുന്നു കിട്ടിയത്. അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ളവർക്ക് അപ്പേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും 4ാം സ്ഥാനം ആവില്ല എന്നുള്ളത്. അപ്പം അന്ന് രാത്രി തന്നെ ഇരുന്ന് പണിയെടുത്ത് കൂട്ടി കൺട്രോളേഴ്സിന് തെറ്റ് ബോധിപ്പിച്ച് പിന്നെ പിറ്റേന്ന് രാവിലെ റിസൾട്ട് മാറ്റി വായിച്ചു 2ാം സ്ഥാനത്തേക്ക് ജംബേസ് കയറുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 4ൽ നിന്ന് 2ാം സ്ഥാനത്തിലേക്ക് വന്നൊരു ചരിത്രം ഹൊറിസോണിൽ നമുക്കുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളൊക്കെ ഹസനാത്തിൽ നടന്ന ഏറ്റവും നല്ല ആർട്ട് ഫെസ്റ്റിന്റെ കൺട്രോളർ ആകാൻ സാധിച്ചു. 8ാം ക്ലാസ്സിൽ നിന്ന് കലഹം ആർട്ട് ഫെസ്റ്റ് വന്നു. അന്ന് ഏറ്റവും നല്ല മീഡിയ ടീം, അതേപോലെ തന്നെ കൺട്രോളർ ടീമുകളുടെ വാശി, ഇതൊക്കെ അതുപോലെ തന്നെ സിബാക്കിനുള്ള ഒരു മുന്നൊരുക്കം കൂടി ആയതുകൊണ്ട് ഏറ്റവും നല്ലൊരു ആർട്ട് ഫെസ്റ്റ് ആക്കി മാറ്റാൻ അതിന് സാധിച്ചു. അതേപോലെ തന്നെ വേറിട്ട അനുഭവമാണ് ഇനി വരാനിരിക്കുന്നത്. ഈ ആർട്ട് ഫെസ്റ്റിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ വിശ്വാസം, അതായത് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ, അതേപോലെ തന്നെ ടീമിന്റെ പ്രതിഭകളുടെ നിര, അതൊക്കെ നമ്മളെ ടീമിനെ ഏറ്റവും കൂടുതൽ കരുത്തരാക്കുന്നുണ്ട്. കുല്ലിയ പ്രോഗ്രാമിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ മുന്നേറാൻ തന്നെയാണ് നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളെ കപ്പെടുക്കുള്ളൂ, അത്ര തന്നെ. ആസ് എ സിബാക്ക് കോർഡിനേറ്റർ എൻ്റെ പ്രൈമറി കൺസേൺ ഇപ്പോൾ സിബാക്ക് തന്നെ ആയിരിക്കും. പക്ഷേ അത് വിചാരിച്ച് ആർട്ട് ഫെസ്റ്റിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. കാരണം നമ്മളെ ലക്ഷ്യം സിബാക്കാണെങ്കിലും മാർഗ്ഗം ആർട്ട് ഫെസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ടീമിലെ കുട്ടികളെ എന്നെ സിബാക്കിന് കൊണ്ടാണെന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആർട്ട് ഫെസ്റ്റിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ 2ാമത്തെ തവണയാണ് ഈ കൊല്ലത്തെ ആർട്ട് ഫെസ്റ്റിന് ഞാൻ ക്യാപ്റ്റനായി വരുന്നത്. പക്ഷേ 7ാം ക്ലാസ്സിൽ നിന്ന് ആദ്യ ക്യാപ്റ്റനായി ഒരു ടീമിനെ നയിക്കുമ്പോൾ അന്ന് 4ാം സ്ഥാനമായിരുന്നു നമ്മുടെ ടീമിനെങ്കിലും അതൊരു തോൽവിയായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. ഒരു വലിയ ജീവിതത്തിൻ്റെ വിജയമായി, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കാലയളവിലെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവായി ഞാൻ അതിനെ കണക്കാക്കുകയായിരുന്നു.
അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കൊല്ലങ്ങളിൽ ഒരുപാട് ആർട്ട് ഫെസ്റ്റിവലുകളിൽ ആ തോൽവി ഒരു വിജയമായി പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ ഉപരിവിപ്ലവമായ ഒരു യാഥാർത്ഥ്യമാണ് ഇൻഷാ അല്ലാഹ് ഈ ആർട്ട് ഫെസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അത് യഥാർത്ഥ തോൽവിയല്ല എന്നും ഇനി നടക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും കാണിക്കാനുള്ള ആർട്ട് ഫെസ്റ്റായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. ജയത്തെക്കാൾ ഉപരി കൂടുതൽ മനുഷ്യന് സന്തോഷം നൽകുന്നത് തോൽവിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ജയം എന്നുള്ളത് നൈമിഷികമായ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തം സമ്മാനിക്കുക എന്നതിലുപരി തോൽവി എന്നുള്ളത് നമ്മുടെ ചിന്തകളെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നയിക്കുകയും നമ്മുടെ ചിന്തകളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സഹായമാകുകയും ഒരുപാട് കാലങ്ങളിൽ നമ്മളെ പിന്തുടരുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മോടൊപ്പം നീങ്ങുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് തോൽവി. അതുകൊണ്ട് തോൽവിയെ ഒരു നല്ലൊരു ഭക്ഷണം, നല്ലൊരു സദ്യ പോലെ സ്വീകരിക്കാനും അതങ്ങനെ രുചിക്കാനുമാണ് ഞാനെപ്പോഴും ഇഷ്ടപ്പെടാറുള്ളത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്ഥാനമാനങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ അധികാരങ്ങൾ എന്നുള്ളത് ഒരു അലങ്കാരങ്ങളായി കാണാൻ ഒരിക്കലും എനിക്കിഷ്ടമല്ല. മറിച്ച് നമ്മുടെ തലക്ക് മുകളിൽ വെച്ച മുൾമുനകളായി കാണാനാണ് ഞാൻ എപ്പോഴും താല്പര്യപ്പെടാറുള്ളത്. കാരണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം ഈ സാമൂഹിക നന്മയാണെന്നും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ളൊരു ഫീൽഡിൽ ജോലി ചെയ്യാൻ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് കരുതി തീർക്കും അപഹാസ്യമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമയ്ക്കുന്നത് പോലെയുള്ള കാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നാമൊക്കെ മാതൃകയാക്കേണ്ടത് അതാണെന്ന നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിമിഷം തന്നെ എന്തൊക്കെയായിരുന്നു, ആ നബിയുടെ ഉമ്മത്തിൽ ഒരാളെന്ന നിലക്ക് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1% നമ്മളെ കൊണ്ട് ചെയ്യാനായാൽ അതായിരിക്കും ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ധർമ്മമെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. ഖൈറുൻ നാഫിസി അൻഫഉഹും ലിന്നാസ് എന്നും വല്ലാഹു ഫീ അനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖിഹി എന്നും പറയുമ്പോൾ എന്തിനാണ് നമുക്ക് പ്രയാസപ്പെടുന്നത്? നാം എപ്പോഴും സഹായം ചെയ്യുമ്പോൾ അള്ളാഹ് നമ്മെ സഹായിക്കാനുണ്ടെങ്കിൽ എന്തിനാണ് സൃഷ്ടികളുടെ സഹായം ആഗ്രഹിച്ച് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതം നോക്കി നിൽക്കുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ചോദ്യത്തിന് എനിക്ക് മറുപടിയായി നൽകാനുള്ളത്. ഇത് എൻ്റെ രണ്ടാം ഊഴമാണ് ഒരു ഹസനാത്ത് ആർട്ട് ഫെസ്റ്റിൻ്റെ ടീം ലീഡറായി കടന്നു വരിക എന്നുള്ളത്. ഇതിനു മുമ്പ് 7ാം ക്ലാസ്സിൽ അലി ഷോബിനോടൊപ്പം മുഹമ്മദിനോടൊപ്പം ലീഡറായിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് തോൽവിയായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത്. ഒരു ഫുട്ബോളിനെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിജയങ്ങളും ട്രോഫികളും കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും വളരെ മികവുറ്റ പ്ലെയേഴ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ ഖാൻ യൂണിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും ഒരുപോലെ മികവാർന്ന സീനിയേഴ്സും അതുപോലെ തന്നെ മികവാർന്ന ജൂനിയേഴ്സും എല്ലാവരും ഒത്തിണങ്ങുന്ന ഒരു ടീമാണ് ഖാൻ യൂണിസ്. ഒരു വിജയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ പരാജയങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും പ്രചോദനം കൂടുതലായി ഉൾക്കൊള്ളുന്നത്. കഴിഞ്ഞ വർഷത്തെ തോൽവികളെ അപേക്ഷിച്ചുകൊണ്ട് ഇപ്രാവശ്യം നമുക്കൊരു പുതുചരിത്രം രചിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് ടീം ലീഡർ എന്ന നിലയ്ക്ക് ഞാനും അതുപോലെ തന്നെ എൻ്റെ ടീമും